കാര്യം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കണ്ണുകൊണ്ട്, ശരിയായിട്ടുള്ള ബുദ്ധി കൊണ്ട് നോക്കിക്കാണാൻ ഖുറൈശികൾക്ക് ചെറിയ രൂപത്തിൽ കഴിഞ്ഞു തുടങ്ങി. ഇനിയും നബി തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിലയിൽ നോക്കിക്കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കും മക്കയിലെ ഖുറൈശികളെ. അതിൽ യാതൊരു സംശയവുമില്ല. പശ്ചാത്തപിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ അടിമയായിട്ടുള്ള തിരുദൂതനും അപ്രകാരമാണ്. അദ്ദേഹത്തോട് ചെയ്ത ചെയ്തികൾ ഒരു മനുഷ്യനെ തീയിലിട്ട് പൊള്ളിച്ചു കൊല്ലുക, ദഹിപ്പിക്കുക, അതൊക്കെയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ബാഹ്യ ശരീരത്തെ മാത്രമല്ല, അന്തർശരീരത്തെ എത്ര പ്രാവശ്യം തേജോവധം ചെയ്തു. കൊല്ലാൻ ശ്രമിച്ചത് വേറെ, തേജോവധം ചെയ്തത് വേറെ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ തേജോവധം ചെയ്തത് വേറെ, നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചത് വേറെ. എവിടേക്കെല്ലാം ഓടിപ്പോയി. അബ്സീനിയയിലേക്ക് ഓടിപ്പോയി. നെഗസിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചെന്ന് അടിമകളെ പോലെ കഴിഞ്ഞുകൂടേണ്ടി വന്നു. അദ്ദേഹം നല്ലവനായതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ട് കൂടാതെ കഴിഞ്ഞുകൂടി. സ്വന്തം നാട് വിട്ട് സ്വന്തക്കാരെ പേടിച്ചിട്ട് അബിസീനിയയിൽ രാജാവിൻ്റെ അടുത്ത് അദ്ദേഹം ക്രിസ്ത്യൻ രാജാവ് അവിടേക്ക് പോകേണ്ട ഗതികേട്. എവിടെയും എത്ര പ്രാവശ്യം ഗുഹകളിൽ ഒളിച്ചിരുന്നു, പട്ടിണി കിടന്നു, എത്ര കാലം പട്ടിണി കിടന്നു. എന്നിട്ട് പോലും പശ്ചാത്തപിക്കുന്നവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർക്കുള്ളത്. മക്കാ വിജയ സമയത്ത് എല്ലാവരും അവിടെ ഒത്തുകൂടി. അവരോട് ചോദിച്ചു, എല്ലാം കഴിഞ്ഞു, ഇനി മക്കയിലെ ഖുറൈശികൾക്കൊന്നും ചെയ്യാനില്ല. അവരോട് ചോദിച്ചു, ഞാൻ എന്താ നിങ്ങളെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? അവർക്ക് അറിയാമായിരുന്നു. അങ്ങൊന്നും ചെയ്യില്ല ഞങ്ങളെ എന്നാ പറഞ്ഞത്. കാരണം ആ ഒരു കാലഘട്ടങ്ങളെ കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു തിരുദൂതർ ആരാണെന്ന്, ആരാണ് മുത്തു നബി തങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. മക്ക പിടിച്ച്, അവളുടെ കാബ പിടിച്ച് അതിൻ്റെ പ്രമുഖ വൈദികനായിരുന്ന്, മധ്യസ്ഥനായിരുന്ന്, ആരുടെ? അള്ളാഹുവിൻ്റെ മധ്യസ്ഥൻ. എന്നിട്ട് പ്രമാണിത്വം കാണിക്കാൻ വേണ്ടിയിട്ട്, മാടമ്പിത്തരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ കണ്ട കാലമത്രയും തപം ചെയ്ത് ജന്മം മുഴുവൻ തപമാക്കിയത് അതിന് വേണ്ടിയിട്ടായിരുന്നില്ല. അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണ്. ഈ ലോകത്തെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണ്. അതിലൊരുവനാണ് താനും എന്ന് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളൂ എന്ന് ഖുറൈശികൾക്ക് മനസ്സിലായി. ആയതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് അബ്ബാസ് മക്കയിൽ നിന്ന് 4 നാഴിക ദൂരത്തിൽ എത്തിയിട്ടുണ്ട്. 10,000 പേരാണ്. സർവ്വസജ്ജീകരണങ്ങളോടും കൂടി സൈന്യമാണ് എത്തിയിട്ടുള്ളത് ദഹ്റാനിൽ. അവിടേക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം അവിടേക്ക് പോയി. പിതൃവ്യനാണ്. ഖുറൈശികളോട് തർക്കിച്ചുകൊണ്ടിരുന്നു. അവസാനം ഖുറൈശികളിൽ നിന്ന് 2 പേര് നിസ്സാരക്കാരല്ല. അതിലൊരാൾ അബു സുഫിയാൻ തന്നെ, മറ്റൊരാൾ അബ്ദുള്ള ബിൻ അബു ഉമയ്യ. അവർ ദിവിൽ ഖാബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് സൈന്യത്തെ സന്ധിച്ചു. പ്രവാചകനുമായിട്ട് സംസാരിക്കാൻ, പ്രവാചകനുമായിട്ട് കാണാൻ വേണ്ടി പ്രവാചക സന്നിധിയിലേക്ക് അവർ പ്രവേശനത്തിനുള്ള അനുമതി തേടി. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്താണ് സംസാരിക്കാൻ ബാക്കിയുള്ളത്? സന്ധി സംഭാഷണം നടത്തിയതാണ്. ആ സന്ധിയിൽ പറയുന്ന കാര്യങ്ങൾ അവർ തന്നെയാണ് ഉല്ലംഘിച്ചത്. സമാധാന അന്തരീക്ഷത്തിന് വിഘ്നം വരുത്തി വെച്ചത് അവരാണ്, ഖുറൈശികളാണ്. ഇതെല്ലാം കഴിഞ്ഞ് 10,000 പേര് സേനയുമായിട്ട് 100 കിലോമീറ്റർ അകലയിൽ നിന്ന് ഇവരവിടെ എത്തിക്കഴിഞ്ഞു. ഇനി 4 കിലോമീറ്റർ അകലെ അവർ തമ്പടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇനി എന്ത് സന്ധി,
എന്തു ചർച്ച ആയതുകൊണ്ട് തന്നെ തിരുമേനി അതിന് വിസമ്മതിച്ചു. എനിക്ക് അബൂ സുഫിയാനെ കാണേണ്ടതില്ല, അബ്ദുള്ള ബിൻ അബൂ ഉമയ്യയെയും എനിക്ക് കാണേണ്ടതില്ല. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ഉമ്മു സലമ ചെറിയൊരു ശുപാർശ നടത്തി തൻ്റെ പ്രിയതമനോട് ചെറിയ ശുപാർശ നടത്തി. ഒന്ന് സംസാരിച്ചുകൂടെ, അവരെന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടുകൂടെ? എൻ്റെ പ്രവാചകൻ മറുപടി കൊടുത്തു, തൻ്റെ പ്രിയപത്നിയോട് മറുപടി കൊടുത്തു, എനിക്ക് അവരെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. പിന്നെന്തിനാണ് ഞാൻ അവരെയായിട്ട് ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്? അവരുടെ സംസാരം എനിക്ക് കേൾക്കേണ്ടതില്ല. കേൾക്കാൻ കാത്തിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇതിനു മുമ്പുള്ള 5-6-7 വർഷം, 6-7-8 വർഷം അവിടെ മക്കയിലുള്ള സമയത്ത് പോലും ഒരു നല്ല വാക്കിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അന്ന് ഖുറൈശികൾക്ക് പറയാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ അതിനുള്ള സമയം കഴിഞ്ഞു, എനിക്ക് അവരെ ഒന്നും കേൾക്കേണ്ടതില്ല. അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഈ അബൂ സൂഫിയാൻ നിനക്കറിയാമല്ലോ, ഈ അബൂ സൂഫിയാനിൽ നിന്ന് ഞാൻ ഏറെ ഉപദ്രവം അനുഭവിച്ചു. ഞാൻ മാത്രമല്ല, എന്നെ വിശ്വസിക്കുന്നവരും എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഈ ദുഷ്ടൻ അവരെ പോലും പീഡിപ്പിക്കും. അതായിരുന്നു തരം. അതാണ് അബൂ സൂഫിയാൻ. ആ രീതിയിൽ എനിക്ക് എൻ്റെ ആളുകളോട് പോലും സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുത്തി വെച്ചു. അങ്ങനെയുള്ള ഈ ദുഷ്ടനോട്, അപ്പുവിനോട് ഇനി ഞാനെന്ത് പറയാൻ? ഇനി അയാൾ എന്നോട് എന്ത് പറയാൻ? എൻ്റെ സിയാലിനാണ്, പിതൃ സഹോദരി പുത്രനാണ് അബ്ദുള്ള ബിൻ ഉമയ്യ. അയാൾ വായ തുറന്നത് മുഴുവൻ എന്നെക്കുറിച്ചുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മക്കയിൽ എല്ലായിടത്തും, അറേബ്യൻ ഉപദ്വീപിൽ എല്ലായിടത്തും എന്നെക്കുറിച്ച് കെട്ട വാക്കുകൾ മാത്രം പറഞ്ഞു നടന്നവനാണ് അബൂ ഉമയ്യ. പ്രവാചകൻ ഇപ്രകാരമാണ് കൂടിയിരുന്നോട് പ്രതികരിച്ചത്. പ്രവാചകന്റെ ഈ വാക്കുകൾ ചെവികൾ കടന്ന് അത് അബൂ സൂഫിയാന്റെ ചെവിയിലുമെത്തി. അദ്ദേഹം, അബൂ സൂഫിയാൻ അവസാനം പറഞ്ഞ വാക്ക്, നബി തിരുമേനി എനിക്ക് അദ്ദേഹത്തെ കാണാൻ അനുവാദം തരാത്ത പക്ഷം എൻ്റെ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മരുഭൂമിയിലേക്ക് എങ്ങോട്ടൊന്നില്ലാതെ ഞാൻ പോകും. ദിക്കറിയാത്തൊരു സ്ഥലത്ത് ചെല്ലും, അവിടെ വീണ് ഞങ്ങൾ മരിക്കും. അവിടെ വീണ് ദാഹിച്ച് വിശന്ന് ശരീരം വരണ്ടുണങ്ങി ഞങ്ങൾ മരിക്കും. സത്യമാണിത്. ഇത്രയും കേട്ട സമയത്ത് പ്രവാചകന്റെ ഹൃദയം വലിഞ്ഞു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് എന്താണ് പറയാനുള്ളത്? അവർ വരട്ടെ. ഇവർ രണ്ടുപേർക്കും, അബ്ദുള്ള ബിൻ ഉബയ്യയ്ക്കും അബൂ സൂഫിയാനും അദ്ദേഹം അനുവാദം നൽകി. അവർ രണ്ടുപേരും പ്രവാചകന്റെ സന്നിധിയിലെത്തി. അവിടെ വെച്ച് അവർ കീഴടങ്ങി, പ്രവാചകന് കീഴടങ്ങി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സ്വന്തം സഹോദരപുത്രന്റെ സൈനിക ബലവും വൈപുല്യവും കണ്ട് അദ്ദേഹം കണ്ണുപിടിച്ചുപോയി, വാപൊളിച്ചുപോയി, അത്ഭുത സ്തബ്ധനായി. അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞിരുന്നെങ്കിലും ആ മഹാസേന മക്കയെ ആക്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, എൻ്റെ ജന്മദേശമായ ആ നാടിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഈ 10,000 പേര് വരുന്ന സേന അവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ മക്കയിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ, മക്കയിലുള്ള വിവരം കെട്ട ഖുറൈശികൾ അവരെ ആക്രമിക്കാൻ നിന്നാൽ, തിരിച്ച് പ്രതിരോധിക്കാനും ആക്രമിക്കാനും വിവരം നിന്ന് കഴിഞ്ഞാൽ ആ വിശുദ്ധ ഭൂമിയുടെ സ്ഥിതി എന്തായിട്ട് മാറും? അതിനെക്കുറിച്ച് ഉൾക്കിടിലത്തോടുകൂടി മാത്രമാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ഓർക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എത്രയാണെങ്കിലും ഞാനിപ്പോൾ ഇസ്ലാമിനെ ആശ്രയിച്ചു കഴിഞ്ഞു. പക്ഷേ മക്കയിൽ എൻ്റെ ബന്ധുക്കളുണ്ട്, ബന്ധുമിത്രാദികൾ, സ്വന്തക്കാരെല്ലാവരും അവിടെയുണ്ട്.
ഞാൻ ഇസ്ലാമിൽ വന്നു എന്നുള്ളത് കൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചിട്ടില്ല. ഇത്രയും വലിയ സേന, അതിൻ്റെ അടക്കം ഒതുക്കം ക്രമം, അതിൻ്റെ നേതാവായിട്ടുള്ള സാക്ഷാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് ഖുറൈശികൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ഇനി അഭയം ചോദിക്കുകയാണ്, ഈ ഖുറൈശികൾ അഭയം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അഭയം കൊടുക്കൂ? തിരുദൂതർ അവർക്ക് അഭയം കൊടുക്കുമോ? ഇതായിരുന്നു അബ്ബാസിന്റെ മനസ്സിലുള്ള ആശങ്ക. എന്നാലും ഈ കാര്യം അദ്ദേഹം പ്രവാചകരോട് തുറന്നു സംസാരിച്ചു. പ്രവാചകരെ, ഞാൻ ഭയപ്പെടുന്ന പോലെയൊക്കെ അവിടെ സംഭവിക്കുമോ? ഏതായാലും ഈ കാര്യം തുറന്ന് സംസാരിച്ചതിൽ പ്രവാചകന് സന്തുഷ്ടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം വിനിയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഖുറൈശികൾക്കിടയിൽ മുസ്ലിം സൈനിക ശക്തിയെക്കുറിച്ച് ഭീതിജനകമായിട്ട് അവസ്ഥ സൃഷ്ടിക്കാൻ ഈ പറയുന്ന അബ്ബാസിനെ തന്നെ ഒരു ദൂതനായിട്ട് നിയോഗിക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു. അതിനുള്ള കാരണം ഇതാണ്. അബ്ബാസിൻ്റെ വർത്തമാനം, അബ്ബാസിൻ്റെ ഉള്ള് അദ്ദേഹം കണ്ടു. ഏതായാലും ഒരു തുള്ളി രക്തവും ചിന്താതെ മക്കയിൽ പ്രവേശിക്കണം. അങ്ങനെ മക്കയിൽ പ്രവേശിക്കാനും ഈ ഒരു ദൂത് സഹായകരമാകും, അതിനുള്ള സാധ്യതയുണ്ടെന്ന് പ്രവാചകൻ മുൻകൂട്ടി കണ്ടു. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് 4-5 കിലോമീറ്റർ ദൂരമുണ്ട്, മരുഭൂമിയിലാണ്. അവിടെ പോകാനും അവിടെ ചുറ്റി പലരും കാണാനുമായിട്ട് പ്രവാചകന്റെ വെള്ള കോവർ കഴുത അതിനെ കൊടുത്തു, ആ വാഹനം കൊടുത്തു. ആ വാഹനത്തിന് പുറത്തേറിയിട്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവിടേക്ക് പുറപ്പെട്ടു. വലിയൊരു ദൗത്യവുമായിട്ട് പുറപ്പെട്ടു. അദ്ദേഹം അറാഖിലെത്തി അബ്ബാസ് മുസ്ലിം സൈന്യത്തിൻ്റെ ശക്തിയും വൈപുല്യവും അത് എണ്ണി കൃത്യമായിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മക്ക നിവാസികളെ, അവിടെ പ്രമുഖരേക്ക് അറിയിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒന്നേ ഗുണം പിടിക്കും, ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ളൊരു സൈന്യത്തോട് ബലാബലത്തിൽ നിൽക്കാതിരിക്കുക. നിങ്ങൾ പ്രവാചകന്റെ സന്നിധിയിൽ ചെന്ന് അഭയം തേടുക. ഇതാണ് ഇനി അവർക്ക് ചെയ്യാനുള്ളത്. ഇതവരെ ബോധ്യപ്പെടുത്തണം, പരിപൂർണമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. മക്കയിലെ ഖുറൈശികളെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും വിറക് വെട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടയനോ മക്കയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ ഈ സന്ദേശം കൊടുത്തയക്കാമെന്ന് വെച്ചാൽ അവരന്വേഷിച്ചു. മുസ്ലിങ്ങൾ ദഹ്റാനിൽ എത്തിയത് മുതൽക്ക് തങ്ങളെ സമീപിച്ചു കഴിഞ്ഞ മക്കക്കാരെ സമീപിച്ചു കഴിഞ്ഞ ഖുറൈശികളെ സമീപിച്ചു കഴിഞ്ഞ് വലിയ ഭീഷണിയെക്കുറിച്ച് ഖുറൈശികളൊക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവർ ഖുറൈശികൾ അബൂ സുഫിയാൻ, അതുപോലെ ഇബ്നു വർക്ക, പ്രവാചക പത്നി ഖദീജയുടെ ബന്ധുവായുള്ള ഹക്കീം ബിൻ നൂഹിസാം എന്നിവരെ അപ്പോഴേക്ക് അവിടെ അയച്ചിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ ശേഖരിക്കുക, വിപത്ത് എത്രത്തോളം കനത്തതാണ്, ഇതൊക്കെയും അറിഞ്ഞു വരികയാണ് അവരുടെ നിയോഗം. അതിനാണ് അവരെ പറഞ്ഞയച്ചത്. അബൂ സുഫിയാൻ അബ്ബാസിന്റെ കൂടെ പ്രവാചകന്റെ വെള്ള കോവർ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കവേ അബൂ സുഫിയാനും ബുദൈലും തമ്മിൽ നടന്ന സംഭാഷണം അബ്ബാസ് കേട്ടു. അബൂ സുഫിയാൻ അദ്ദേഹം ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ രാത്രി കണ്ട പോലൊരു വെളിച്ചം, ഇങ്ങനെ വലുതായിട്ടുള്ളൊരു സൈനിക വ്യൂഹം സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. ബുദൈൽ പറഞ്ഞു, യുദ്ധോദ്യുക്തരായിട്ടുള്ള ഖുസാ ഗോത്രക്കാരാണ് അവര്. അബൂ സുഫിയാൻ ചോദിച്ചു,
ഖുസാ ചെറിയൊരു ഗോത്രമാണ്. അവർക്ക് ഇത്രയും വലിയ പടയാളികളോ ഇത്രയും വലിയ വെളിച്ചമോ അതുണ്ടാക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല. അബൂ സുഫിയാന്റെ ശബ്ദം അബ്ബാസ് തിരിച്ചറിഞ്ഞു. അബൂ ഹൻളള. അബ്ബാസ് ഉറക്കെ വിളിച്ചു. അബൂ സുഫിയാന്റെ ഒരു ഓമന പേരാണത്. അബ്ബാസിന്റെ ശബ്ദം അബൂ സുഫിയാൻ തിരിച്ചറിഞ്ഞു. അബുൽ ഫസൽ അബ്ബാസിന്റെ ഓമന പേര് വിളിച്ച് അബൂ സുഫിയാൻ പ്രത്യഭിവാദനം ചെയ്തു. കഷ്ടം അബൂ സുഫിയാൻ, ദൈവദൂതനും ജനങ്ങളും മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നത് കാണുന്നില്ലേ അബൂ സുഫിയാൻ? നിങ്ങൾ തിരുമേനി നാളെ മക്കയിൽ പ്രവേശിക്കുമ്പോൾ ഖുറൈശികളുടെ കാര്യം പരിങ്ങലിലാവും എന്നത് തീർച്ചയാണ് അബൂ സുഫിയാൻ. അബ്ബാസ് പറഞ്ഞു നിർത്തി. അൽഹംദുലില്ലാഹ്.